സന്തോഷത്തോടെ ഒത്തുചേരാം ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ back again with your favorite show, ITL World Junior Idol Season 2. ITL World Junior Idol Season 2. ITL World Junior Idol Season 2 കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിജി ബാൽ, ഗായത്രി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് നൊസ്റ്റാൾജിയ റൗണ്ടിലാണ്. നൊസ്റ്റാൾജിയ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് എത്തുന്നു ദ വെരി ടാലന്റഡ് ഭാഗ്യലക്ഷ്മി. Put your hands together for Bhagya. ഭാഗ്യക്കുട്ടി, എന്തോ എന്ത് വേഷമാണിത്? ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ ഫിലിമിലെ മാമലകൾക്കപ്പുറത്ത്. പ്രിപ്പയർഡ് ആണോ? ആ. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാടാം. താങ്ക് യു. Let's check it out. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്, കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് കസവിട്ട് ചിരിക്കുമദേശത്ത്, കായലും പുഴകളും കതിരണി വയലിന് കസവിട്ട് ചിരിക്കുമദേശത്ത്. തൈ തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, കൊച്ചു കിളിക്കൂട് പോലൊരു വീടുണ്ട്.
മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മധുരക്കിനാവിന്റെ മായ വിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. ഭാഗ്യക്കുട്ടി, എന്തോ? ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു ഹഗ് യു. അടിച്ചു പൊളിച്ചു. താങ്ക് യു. ബായിക്ക് വലിയൊരു കൈയടി നമുക്ക് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് പാടി. ഭാഗ്യക്കുട്ടീന്ന് വിളിക്കാൻ തോന്നുന്നില്ല, മുടിയെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം ഓവറോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ നോക്കാം അല്ലേ? ഓക്കെ, ഗായത്രി ചേച്ചി. Bhagya, എന്തോ? what extraordinary singing, yeah. താങ്ക് യു. Very good. I really love you for what you sang now. നന്നായി പാടി. എളുപ്പമല്ല ഇങ്ങനെ പാടാനായിട്ട്. ആ റെട്രോ സ്റ്റൈൽ ഓഫ് സിംഗിങ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു ക്രൂഡ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. നമുക്കത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ നമുക്കത് പാടാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അത് മാത്രമല്ല, അതിന്റെ ആ ഒരു ഇന്നസെന്റ് ബ്യൂട്ടി വോയിസിലൂടെ പ്രൊജക്ട് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. മോൾ അതിന് ഈ പാട്ടിന് പെർഫെക്റ്റ് ആയിട്ട് ജസ്റ്റിസ് കൊടുത്തു. ഫ്ലോസിന്റെ കാര്യമൊന്നും എനിക്കിപ്പോൾ സംസാരിക്കാനേ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ യുവർ സിംഗിങ് വാസ് സോ എക്സ്ട്രോർഡിനറി. എനിക്കൊന്നും ഒരു നെഗറ്റീവും പറയാനില്ല. വെരി വെരി ഗുഡ്. താങ്ക് യു. ചേട്ടാ. ഭാഗ്യലക്ഷ്മി എന്തോ? അസലായിട്ട് പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ കോൺടെസ്റ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസിലൊന്നാണ് ഭാഗ്യലക്ഷ്മി. താങ്ക് യു സർ. ചെറിയ ചില ഇത് ഒഴിച്ചാൽ ഭാഗ്യലക്ഷ്മിയുടെ ഒരു റെൻഡിഷൻ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു കാഥികന്റേതായിട്ടുള്ള ഒരു ആർജവം ഭാഗ്യലക്ഷ്മിയുടെ സിംഗിങ്ങിനുണ്ട്. അല്ലെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പാട്ടാണിത്. അത് മാക്സിമം 100% മോളത് ചെയ്തു. ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ ഏതൊരു ആർട്ട് ഫോമിന്റെയും ധർമ്മം. അത് മോള് ചെയ്യുന്നു മനോഹരമായിട്ട്. അതിനപ്പുറത്തേക്ക് ഇനി വേറെ വിലയിരുത്തലൊന്നും വേണ്ട. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമലകൾക്കപ്പുറത്ത് ഭാസ്കരൻ മാഷിന്റെയാണ്. ശരിക്കും നാളികേരത്തിന്റെ നാട്ടിൽ എന്ന് പറയുന്ന പാട്ട് ഒന്ന് തിരിച്ചിട്ടാണ് അദ്ദേഹം വളരെ കൗതുകത്തോടെ, ഒരുപക്ഷെ ഇതായിരിക്കും ആദ്യം വന്ന പാട്ട് എന്ന് തോന്നുന്നു. എന്നാൽ പോലും രണ്ടിലും പറയുന്ന ആശയങ്ങളും എല്ലാം ഇതാണ് അല്ലേ. നാരായണക്കിളിക്കൂട് പോലുള്ളൊരു 4 കാലവരപ്പുരയുണ്ടെന്നാണ് മറ്റേ പാട്ടിലുള്ളത്. ഇതില് മറ്റേ ഇവിടെ താമര തൈത്തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്. രണ്ടിടത്തും ഭാര്യ അല്ലെ കാമുകി കാത്തിരിക്കുന്നു. ഒരാൾ നോമ്പ് നോറ്റാണ് കാത്തിരിക്കുന്നത്, ഇതില് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്തരം ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം നിമിഷങ്ങൾ, അതായത് എഴുതുന്ന സമയം മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. അത്രയ്ക്ക് പ്രാഗൽഭ്യത്തോടെയാണ് അദ്ദേഹം ഇത്തരം പാട്ടുകൾ എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ബാബുരാജ് സാറിന്റെ സംഗീതം, അദ്ദേഹത്തിന്റെയും വളരെ വെറൈറ്റി ഉള്ള ഒരു പാട്ടാണ്. പൊതുവെ അദ്ദേഹം ഒരുപാട് മ്യൂസിക്കലായിട്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. വളരെ ഫോക്കായിട്ട് ഒരുപാട് റിപ്പിറ്റേറ്റീവ് ഫ്രേസസ് ഉള്ള ഒരു പാട്ടാണ്. എല്ലാം കൊണ്ടും മോള് അതെടുത്ത് പാടിയതിലും എല്ലാം കൊണ്ടും നല്ല ഒരു വിരുന്നായിരുന്നു. ഭാഗ്യക്കുട്ടി, എക്സലന്റ് പെർഫോമൻസ്. അതിൽ തന്നെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് ബി ചേട്ടനോടാണ്. ബിക്കോസ് ബി ചേട്ടനാണ് മോളെ കൊണ്ട് ഈ പാട്ട് പാടിച്ച നന്നായിരിക്കും എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു ചേട്ടാ. ആൻഡ് മോളെ ഇന്നത്തെ പാട്ട് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇത് പി ശ്രീനിവാസ് സാറ് പാടിയ പാട്ടാണ്. ഇതൊരു പെൺകുട്ടി എടുത്ത് പാടുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസും ഒരുപാട് പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. ബിക്കോസ് പി ശ്രീനിവാസ് ഇസ് എ സിംഗർ വിത്ത് 200% ഓത്തന്റിക് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു സിംഗറാണ്. അത്രയും യുണീക്കോ ആണ് അദ്ദേഹത്തിന്റെ ശബ്ദം.
അതിന്റെ റെൻഡറിങ്ങിലും ഒരുപാട് അധികം പാടുന്നതിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇത് മോളിന്ന് പാടിയത് കേട്ടപ്പോ ഇത് മോളുടെ പാട്ടാണെന്ന് തോന്നി. മോള് ഒരുപക്ഷെ ഈ പാട്ട് പാടിയ എങ്ങനെയിരിക്കും അതുപോലെ അത്ര ഒത്തന്റിക് ആയിരുന്നു മോളുടെ സിംഗിങ്. അതായത് ഒരു ഇമിറ്റേഷൻ ഫാക്ടർ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തില്ല. അത്ര നാച്ചുറൽ ആയിട്ടാണ് മോൾ ഈ പാട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ആൻഡ് വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണത് പാടാനും കേൾക്കാൻ എളുപ്പമായിരിക്കും ഗായത്രി പറഞ്ഞ പോലെ. പക്ഷെ സിംഗിങ്ങിൽ ഒരുപാട് ചലഞ്ചസ് ഉള്ള പാട്ടാണ്. ഫീൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിന് ദൃഷ്ടി കിട്ടാതിരിക്കാൻ 2 സ്ഥലത്ത് ഹൈ പോർഷൻസ് വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്ട്രെയിൻ തോന്നിയെന്ന് മാത്രം. കുഴപ്പമില്ല, അത് എല്ലാ സിംഗേഴ്സിനും വരുന്ന കാര്യം തന്നെയാണ്. ബിക്കോസ് ഒരു പാട്ട് 100% പെർഫെക്ഷനോടുകൂടി ആർക്കും പാടാൻ പറ്റില്ല ലൈവില്. ആൻഡ് നെവർ മൈൻഡ് ദാറ്റ് ഫാക്ടർ. തീർച്ചയായിട്ടും ഈ മനോഹര ഗാനം നീണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ബാബുരാജ്, പി ഭാസ്കരൻ ആൻഡ് PB ശ്രീനിവാസ് ഈ മഹാന്മാരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം ഇത്ര മനോഹരമാക്കി അവതരിപ്പിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ്. ഒപ്പം ഇതിലൊരു വരികൾ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വരിയുണ്ട് ഈ പാട്ടിൽ. ഞാൻ കേട്ടിടത്തോളം, മധുരക്കിനാവിന്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. തന്നെ കാത്തിരിക്കുന്ന പ്രീതമയ്ക്ക് വേണ്ടി കാമുകൻ പാടുന്ന വരികളാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഭാസ്കര മാഷ് നമുക്ക് സമ്മാനിച്ച ഒരു വരിയും കൂടിയുണ്ട് ഈ പാട്ടിൽ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എ ഗ്രേറ്റ്, thank you for a great performance. All the very best, Mola. Thank you, sir. Thank you, judges. Bhagyakutty, great comments. Marks അറിയാല്ലേ ഭാഗ്യ? Okay. ബിജേട്ടാ on 30. മാർക്സിന് മുമ്പ് അനൂപ് പരാമർശിച്ചു PB ശ്രീനിവാസിന്റെ പാട്ടുകൾ. മലയാളത്തെക്കാൾ തമിഴിൽ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. സ്വീറ്റ്, അദ്ദേഹത്തിന്റെ വോയിസ് വളരെ മാൻലി ആയിട്ടുള്ളൊരു വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ പാട്ടുകാരൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ഒരു ഇപ്പോൾ ഉള്ള ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്ന വളരെ മോടി പിടിപ്പിച്ചുള്ള സിംഗിങ്ങിന് വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം ഒരു തമിഴിൽ നല്ല സ്വീറ്റ് ആയിട്ട് റെൻഡർ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകൾ കേൾക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. മോളുടെ മാർക്ക് 28.75. 28.75 on 30. ഗായത്രി ചേച്ചി 29. 29 on 30. Anu beta? Like 28.5 out of 30. 28.5 on 30. Bhagyakutty എന്താണ് ഈ കേൾക്കുന്നത്? ഇനി ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക് നോക്കാം അല്ലേ? ബിജേട്ടാ എക്സ്പ്രഷൻ ഫുൾ മാർക്ക്. ഫുൾ സ്കോർസ് on 3. ഗായത്രി ചേച്ചി 3. Again full scores. Anu beta? ഞാനും കുറയ്ക്കുന്നില്ല നമ്മളെ 4 out of 4. Thank you. Thank you, Anu beta. Bhagyakutty, great score. 96.25 on 100. ഭാഗ്യ അടിച്ചു പൊളിച്ചു അല്ലേ? ഇനി 3 റൗണ്ടുകൾ കൂടെ ഉണ്ട്. അതിലും ഇതേപോലെ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.